ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 48ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഏട്ടനെന്ത് ഇവിടെ കിടന്നുറങ്ങണേ? ഞാൻ ഇന്നലെ ഉറക്കം വരാതിരുന്നപ്പോൾ ഇവിടെ വന്നിരുന്നതാ. അങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയി, പാർത്തി പറഞ്ഞു. ഏട്ട സങ്കടത്തിലാണല്ലേ? എൻ്റെ പൊന്നു മോളെ, എനിക്കൊരു സങ്കടവും ഇല്ല. ഇന്നലെ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നത് ഇവിടെ വന്ന് ഉറക്കമില്ലാതിരുന്നത് ലക്ഷ്യയുടെ കല്യാണം തമ്മിൽ ഒരു ബന്ധവുമില്ല, പാർത്തി കൈ ഊപ്പിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ വരാൻ സാധ്യതയില്ല. പഴയ കാമുകിയുടെ കല്യാണമായ സങ്കടം ഉണ്ടാവേണ്ടതാണല്ലോ. എനിക്കൊരു സങ്കടവും ഇല്ല. വെറുതെ പറയാ, സങ്കടം ഉണ്ടാവണം, അതാ നാട്ടു നടപ്പ്. സാഡ് സോങ്സൊക്കെ കേൾക്കണം, വാട്സപ്പിൽ DP കളയണം, സാഡ് സോങ്സ് ഇടണം, ഡിപ്രഷൻ അടിച്ചിരിക്കണം, അങ്ങനെ കുറച്ച് സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട്. അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെ സങ്കടമൊന്നും ഇല്ല എന്ന് പറയല്ലേ. അവൾ ചിരിച്ചുകൊണ്ട് പറയുന്ന കേട്ട് പാർത്തിക്കും ചിരി വന്നിരുന്നു. ദേവൻ പോയാ? കുറച്ച് മുമ്പ് പോയുള്ളോ. ഏട്ടൻ പോകുന്നില്ല ഇന്ന്? പോണം, 10 മണി കഴിഞ്ഞാൽ പോവുള്ളോ. അല്ല, ഇതെന്താ നിരാശ കമുകം? ആ പഴയ പ്രണയകാല ഓർമ്മകളായി വെട്ടിയിരിക്കുകയാണ് ഇവിടെ. ശ്രീരാഗ് ചിരിയോടെ അവിടേക്ക് വന്നു. വെറുതെ വാരല്ലേ, ഒരുമാതിരി ശവത്തിൽ കുത്തുന്ന ഏർപ്പാടെ. ഞാൻ കുത്തും, ശ്രീരാഗ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പാർത്തി ആരോടൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ ശ്രീക്കും പാർത്തിയും ലക്ഷ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയായിരുന്നു. അതുപോലെ അവർ തമ്മിൽ പിരിഞ്ഞതും. ബദ്രിയും ശീലും എവിടെ ഏട്ടാ? അവർ റൂമിലുണ്ട്, പഠിക്ക. ഈ രാവിലെയാ? അതെന്താ, രാവിലെ പഠിക്കുമ്പോഴല്ലേ പെട്ടെന്ന് പഠിക്കുക? ശ്രീ നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു. പിന്നെ എക്സാമിൻ്റെ തലേന്ന് രാത്രി ബുക്ക് എടുക്കുന്ന എന്നോടായി ചോദിക്കുന്നല്ലേ? വർണ്ണ മനസ്സിൽ ശ്രീയെ നോക്കി തലയാട്ടി. അല്ല, വർണ്ണ ഇവിടേക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ലേ? എന്നിട്ട് തൻ്റെ വീട്ടുകാരെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു? ശ്രീ ചോദിച്ചും വർണ്ണ എന്ത് പറയണമെന്നറിയാതെ ഒന്ന് പരിങ്ങി. അത് പിന്നെ എനിക്ക് അച്ഛനമ്മയൊന്നുമില്ല. എൻ്റെ ജനനത്തോടെ അമ്മ മരിച്ചു. പിന്നെ ഞാൻ 5ൽ പഠിക്കുമ്പോൾ അച്ഛനും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അത് കേട്ട് ശ്രീയും പാർത്തി ഒരേപോലെ ഞെട്ടി. പക്ഷെ അമ്മ പറഞ്ഞത് എനിക്ക് അച്ഛനും അമ്മയും ഒരു ഏട്ടനും ഉണ്ടെന്നാലോ? ശ്രീ സംശയത്തിൽ ചോദിച്ചു. അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഇവിടേക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ എനിക്ക് ഇവിടെയുള്ളവരെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പം എനിക്കും ചോദിക്കാനും പറയാനും ആരുമില്ല എന്നറിഞ്ഞ എല്ലാവരും കൂടെ എന്നെ സീരിയലിലെ മരുമകളെ പോലെ പണിയെടുപ്പിച്ചാലോ, അതാ അങ്ങനെ പറഞ്ഞേ. വർണ്ണയുടെ സംസാരം കേട്ട് രണ്ടുപേരും അന്തം വിട്ടു. അപ്പോൾ വർണ്ണയ്ക്ക് ആരുമില്ലേ? സോറി, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, ശ്രീ സങ്കടത്തോട് പറഞ്ഞു. അയ്യോ ചേട്ടൻ ഇങ്ങനെ ഇമോഷണൽ ആവല്ലേ. അച്ഛനും അമ്മയില്ലെങ്കിലും ഒരു പരിധി വരെ എനിക്ക് അവരെ മിസ് ചെയ്തിട്ടില്ല. എൻ്റെ അമ്മായി എന്നെ സ്വന്തം മോളെ പോലെ നോക്കിയതും വളർത്തിയതും. പിന്നെ ആമി ചേച്ചിക്ക് ഞാൻ സ്വന്തം അനിയത്തിയായിരുന്നു. 1 മിനിറ്റ്, ഞാൻ ഇപ്പം വരാം. അത് പറഞ്ഞ റൂമിലേക്ക് ഓടി. ഇനി നമ്മുടെ മുന്നിൽ സങ്കടപ്പെടണ്ടെന്ന് കരുതി കരയാൻ വേണ്ടി പോയതായിരിക്കുമോ? ശ്രീ പാർത്തിയോട് ചോദിച്ചതും അവൻ്റെ മുഖത്തും ടെൻഷൻ നിറഞ്ഞു. വാ, നമുക്ക് പോയി സമാധാനിപ്പിക്കാം, പാവം കൊച്ച്. അത് പറഞ്ഞ് പാർത്തി എണീറ്റത് അതാ വരുന്നു പറഞ്ഞ. 2 ചെയറുകൾ തലയിൽ വെച്ച് പാട്ടും പടിയാണ് വരവ്. ശേഷം പാർത്തിയുടെ അടുത്തായി 2 ചെയറും വെച്ചു. നിന്ന് സംസാരിക്കാൻ വയ്യ, അതാ. ശ്രീയേട്ടനും ഇരിക്കി, ഞാൻ എല്ലാവരോടും ഫോട്ടോ കാണിച്ചു തരാം. പറഞ്ഞ പാർത്തിയുടെ അടുത്തുള്ള ചെയറിലിരുന്ന് പാർത്തിയെ പോലെ കൈവരയിലേക്ക് കാല് കയറ്റി വെച്ചു. ശ്രീയും വർണ്ണയുടെ അടുത്ത് കാല് കയറ്റി വെച്ചിരുന്നു. അവൾ ഫോൺ ലോക്ക് തുറന്നതും ദത്തൻ്റെ അവളുടെയും കൂടിയുള്ള ഒരു സെൽഫിയാണ് വാൾപേപ്പർ. ദത്തൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി ശ്രീയും പാർത്തി അത്ഭുതത്തോടെ നോക്കി. കാലങ്ങൾക്ക് ശേഷമാണ് ദത്തൻ്റെ പുഞ്ചിരി അവർ കണ്ടത്. അവൾ ഗാലറി ഓപ്പൺ ചെയ്ത് ഓരോ ഫോട്ടോസായി വിശദീകരിക്കാൻ തുടങ്ങി. ഇതാണ് എൻ്റെ വേണി, ഇത് മനുവേട്ടൻ, ദത്തൻ്റെ ഫ്രണ്ടാണ്. പിന്നെ അനുവിൻ്റെ ലവ്വറും. ഇത് ജിത്തുവും കോകിലയും അല്ലേ? ആ ഗ്രൂപ്പ് ഫോട്ടോയിലെ 2 പേരെ സൂം ചെയ്ത് പാർത്തി ചോദിച്ചു. അതെ, ഏട്ടനറിയോ ഇവരെ? കഴിഞ്ഞ മാസമായിരുന്നു ഇവരുടെ കല്യാണം. അപ്പം എടുത്ത ഫോട്ടോസാണ്. ദേവൻ്റെ ഫ്രണ്ടല്ലേ? ഇതാരാ? ശ്രീരാഗ് ഒരാളുടെ ഫോട്ടോ കണ്ട് ചോദിച്ചു. അയ്യോ, ഇവരറിയില്ലേ? ഇസ് പ്യാർ കോ ക്യാ നാം ദൂൻ സിനിമയിലെ അർണവ് സിംഗ് റൈറ്റ്സാദാ. അറിയില്ല, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മൗന സമ്മതത്തിൽ അർണവും ശ്രുതിയും കേരളത്തിൽ ഫേമസ് ആണല്ലോ. അവരറിയാത്ത മലയാളികളില്ല. പറഞ്ഞ വീണ്ടും ഓരോരുത്തരുടെ ഫോട്ടോ കാണിക്കാൻ തുടങ്ങി.
ക്രൈം പാർട്ട്നേഴ്സിനെയും ഒപ്പം പഠിക്കുന്ന മറ്റു കുട്ടികളുടെയും ഫോട്ടോ കാണിച്ച് വർണ്ണ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം അവളുടെ മക്കളായ ചെടികളെയും. കാര്യമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും ശ്രീരാഗും പാർത്തി അതൊക്കെ തലയാട്ടി കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഒരു പെൺകുട്ടിയെ കണ്ടതും പാർത്തിയുടെ നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. ഇതാരാ? അവൻ ആകാംക്ഷയോട് ചോദിച്ചു. ഇതാത്മിക, എൻ്റെ അമ്മി ചേച്ചി, ഞങ്ങളുടെ നാട്ടിലെ ശാലീന സുന്ദരിയാ, പാവം ചേച്ചിയാ. പാവാ ഇവളാ? പാർട്ടി എന്തോ ഓർമ്മയിൽ പറഞ്ഞു. ശ്രീയും പറഞ്ഞ് അവനെ അന്തം വിട്ടു നോക്കി. അല്ല, അത് പിന്നെ ഫോട്ടോ കാണുമ്പോൾ ഇത്തിരി അഹങ്കാരം ഉള്ളതുപോലെ തോന്നി, അതാ. അവനൊരു വളിച്ച ചിരിയോടെ പറഞ്ഞു. പറഞ്ഞ അപ്പോഴേക്കും ശീല അവിടേക്ക് ഓടി വന്നു. ഐസ്ക്രീം വന്നു, ഡ്രൈവറുടെ കയ്യിലേട്ട് കൊടുത്തു വിട്ടതാ, ഭദ്ര കിതച്ചുകൊണ്ട് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം വയറിന ചെയറിൽ നിന്ന് ചാടി ഇറങ്ങി അവർക്കൊപ്പം താഴേക്ക് ഓടി. എന്നാൽ ഞാൻ റൂമിൽ പോവാ പാർത്തിയേട്ടാ, ഓഫീസിൽ പോകാൻ സമയമായി. അത് പറഞ്ഞ് ശ്രീരാഗം റൂമിലേക്ക് പോയി. പാർത്തി കണ്ണുകളടച്ച് ചെയറിലേക്ക് ചാരിയിരുന്നു. പതിയെ അവൻ്റെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. ദേവനെ കാണാൻ ആദ്യമായിട്ട് തൃശ്ശൂരിലെത്തിയ ദിവസം അവൻ്റെ വീടോ അവിടുത്തെ അഡ്രസ്സോ കൃത്യമായി അറിയില്ല. പേര് മാത്രം വെച്ചാണ് ആ സ്ഥലത്തേക്ക് അന്വേഷിച്ചു തന്നത്. കവലയിലെ ഒരു ചേട്ടനെ അന്വേഷിച്ചപ്പോൾ ഇവിടേക്ക് നേരെ പോയാൽ ഒരു പാർട്ടി ഓഫീസ് കാണുമെന്നും അവിടെ നിന്ന് വലത്ത് ഭാഗത്തേക്ക് പോയാൽ പാടത്തിന് നടുവിലുള്ള ഒരു റോഡ് കാണാം, ആ റോഡ് കഴിഞ്ഞ് രണ്ടാമത്തെ ഇടവഴി കഴിഞ്ഞ് പുഴയുടെ സൈഡിലുള്ള ഒരു ഓടിട്ട വീടാണെന്നും പറഞ്ഞു തന്നു. പാർട്ടി ഓഫീസ് കഴിഞ്ഞ് പാടത്തിന് നടുവിലെ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് ദൂരം പോയിരുന്നു. റോഡ് 2 വഴിയായി തിരിഞ്ഞു. അടുത്തൊന്നും വഴി ചോദിക്കാൻ ആരും ഇല്ലല്ലോ എന്ന് നോക്കി നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി കുറച്ച് മുമ്പിൽ നടന്നു പോകുന്നു കണ്ടത്. ഏയ് കുട്ടി, ഹലോ, ഒന്ന് നിന്നേ. കുറച്ച് കൈകൊട്ടി പിന്നിൽ നിന്നും വിളിച്ചു. എങ്കിലും നോ മൈൻഡ്. പിന്നെ ഒന്നും നോക്കിയില്ല. വണ്ടി മുന്നോട്ടെടുത്ത് ആ കുട്ടിയുടെ മുന്നിലായി വട്ടം നിർത്തി. ഈ ദേവദത്തിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഏതാ? കുട്ടിക്ക് അവൻ്റെ വീട് അറിയോ? അറ്റ്ലീസ്റ്റ് അഡ്രസ് എങ്കിലും അറിയോ? തനിക്ക് എന്താ ബോധമില്ലേ? ഡ്രസ്സിലേക്ക് ചെളി തെറിപ്പിച്ചുകൊണ്ടാണ് അഡ്രസ്സ് ചോദിക്കണേ. ഇത് എത്ര രൂപയുടെ ഡ്രസ്സാണെന്നറിയോ? 550. എന്നിട്ട് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ കടക്കാരനോട് ബാർഗെയിൻ ചെയ്തിട്ട് 500 രൂപയ്ക്ക് വാങ്ങിച്ചതാ. വാങ്ങിച്ചിട്ട് 3 മാസം കൂടെ ആയിട്ടില്ല. കണ്ണുകൾ വിടർത്തി ദേഷ്യത്തിൽ വിറയ്ക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടതും പാർത്തി ഒന്ന് പതറിപ്പോയി. അപ്പോഴത്തെ ഒരു ആവേശത്തിന് ചെയ്താണെങ്കിലും പിന്നീടാണ് അബദ്ധം മനസ്സിലായത്. ഇന്നലെ പെയ്ത മഴയിൽ റോഡിന് സൈഡിലായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ വണ്ടി പോയതും ചെളി മൊത്തം തെറിച്ചത് അവളുടെ ഡ്രസ്സിലേക്കാണ്. ഓ സോറി, ഐ എം റിയലി സോറി. പെട്ടെന്ന് ഞാൻ ചെളി ശ്രദ്ധിച്ചില്ല. എന്നാൽ അവൾ അത് ശ്രദ്ധിക്കാതെ ഡ്രസ്സിലെ ചെളി നോക്കുന്ന തിരക്കിലാണ്. കുട്ടി, വിരോധമില്ലെങ്കിൽ ആ വീടോ വഴിയോ പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്ക് ഉപകാരമായേനെ. അത് ചോദിച്ചതും അവളുടെ തറപ്പിച്ചുള്ള ഒരു നോട്ടായിരുന്നു മറുപടി. അതോടെ പാർത്തി ഒന്നും മിണ്ടാതെ വണ്ടിയിലേക്ക് കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തും പിന്നിൽ നിന്ന് ഒരു വിളി വന്നു. ഡോ, ഇവിടെ നിന്ന് നേരെ പോയ രണ്ടാമത്തെ ഇടവഴി തിരിഞ്ഞ് മുന്നോട്ട് പോയ പുഴയുടെ സൈഡിലായുള്ള ഒരു വീട് കാണും, അതാ ദത്തേണ്ട വീട്. അവൾ ലൈവ് സൈഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. താങ്ക്സ് കുട്ടി, ഞാൻ ആരുടെ കുട്ടിയും ചട്ടിയൊന്നല്ല. അത് പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. ഇതെന്ത് ജന്മം എന്ന രീതിയിൽ അവൻ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. അന്നാണ് അവളെ ആദ്യമായും അവസാനമായും കണ്ടത്. പിന്നെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളായി അവളെക്കുറിച്ച് ഓർത്തിട്ട് കൂടെ ഇല്ല. പക്ഷേ ഇന്നലെ അവളെ സ്വപ്നത്തിൽ കണ്ടതും ഇന്ന് വർണ്ണയുടെ ചേച്ചിയാണെന്നറിഞ്ഞതും പാർത്തിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അവൻ കൂടുതൽ ആലോചനയ്ക്ക് നിൽക്കാതെ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. വേഗം തന്നെ ഓഫീസിൽ പോകാൻ റെഡിയായി. രാവിലെ വെറും വയറ്റിൽ ഈ ഐസ്ക്രീം കഴിച്ച വല്ല അസുഖം ഉണ്ടാക്കി വരട്ടണ്ട പിള്ളേരെ. അടുക്കളയിൽ കൗണ്ടർ ടോപ്പിലിരിക്കുന്ന 3 നോക്കി ചെറിയമ്മ ശാസനയോടെ പറഞ്ഞു. വയറിളക്കം ഒഴിച്ച് വേറെ എന്ത് അസുഖം വന്നാലും കുഴപ്പമില്ല, ഷീല് പറഞ്ഞു. അതെന്താ, വയറിളക്കം നിനക്ക് പേടിയാണോ? വർണ്ണ ചിരിയോട് ചോദിച്ചു. പേടിയല്ല, പക്ഷേ എനിക്ക് വയറിളക്കാണ് ഡോക്ടറെ എന്ന് ഹോസ്പിറ്റലിൽ പോയി പറയേണ്ട അവസ്ഥ. ആലോചിക്കാൻ കൂടെ വയ്യ. ഷീലു ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞതും അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു. ചെറിയമ്മേ, ഞാൻ ഇറങ്ങാട്ടോ. പിള്ളേരെ, ഞാൻ പോവാ, വൈകിട്ട് കാണാം. തോളിൽ സൈഡ് ബാഗ് ഇട്ടിട്ട് ദർശന അടുക്കളയിലേക്ക് വന്നു. ചേച്ചി ഫുഡ് കഴിച്ചോ? ഭദ്ര ചോദിച്ചു. കഴിച്ചു മോളെ, എന്നെ ഇത് കൂടെ കഴിച്ചിട്ട് പോ. ഭദ്ര ഒരു സ്പൂൺ ഐസ്ക്രീം അവർക്ക് നേരെ നീട്ടി. ദർശന പുഞ്ചിരിയോടെ അത് കഴിച്ചു. ശേഷം വർണ്ണയും ശീലു ഓരോ സ്പൂൺ നീട്ടി. ദർശന അതും കഴിച്ചു. എന്നാ ഞാൻ ഇറങ്ങാം, ബായ്. അവളത് പറഞ്ഞ് തിരക്കിട്ട് പുറത്തേക്ക് പോയി. കുളിക്കാതെയാണോ നിങ്ങൾ ഈ കഴിക്കണേ?
അടുക്കളയിലേക്ക് വന്ന അമ്മ ഷീലുവിനെയും ഭദ്രനെയും നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. അതമ്മ, ഞങ്ങൾ പഠിക്കായിരുന്നു, അപ്പോൾ ഏട്ടന് ഐസ്ക്രീം കൊടുത്തയച്ചത് കൊണ്ടാ, ഷീലു പേടിയോടെ പറഞ്ഞു. അല്ലെങ്കിൽ ചിലർ തറവാട്ടെ കയറി വന്നത് മുതൽ ഇങ്ങനെയാണല്ലോ, അവനവനോ ഇങ്ങനെ മറ്റുള്ളവരെ കൂടെ വഴിതെറ്റിക്കണോ, അമ്മ വർണ്ണയെ നോക്കി പറഞ്ഞു. മതി വല്യമ്മേ, വർണ്ണയെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. ഞങ്ങൾ അവളെ കൂടെ വിളിച്ച് കൊണ്ടുവന്നേ. ഞങ്ങൾക്ക് കുളിക്കാത്തയല്ലേ പ്രശ്നം. ഷീലു വാടി, വർണ്ണ വാ. ഭദ്ര അവരെ വിളിച്ചു. സമയം 8:30 ഉള്ളോ? ഈ സമയമുള്ള കൂലി എനിക്ക് അലർജിയാണ്, നിങ്ങൾ പോയി കുളിച്ചിട്ട് വാ, വർണ്ണ പതിയെ ഷീലുവിൻ്റെ കാതിൽ പറഞ്ഞു. ഷീലു അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ച ശേഷം ഭദ്രയും കൂട്ടി റൂമിലേക്ക് നടന്നു. ഇന്ന് പുട്ടാണോ ചെറിയമ്മ? പുട്ടുകുറ്റിയിലേക്ക് അരിപ്പൊടി ഇടുന്ന ചെറിയമ്മയോട് അവൾ ചോദിച്ചു. അതെ, എൻ്റെ മോൾക്ക് ഇഷ്ടമല്ലേ? ഇഷ്ടക്കുറവൊന്നുമില്ല. അവിടെ വീട്ടിലെ അമ്മായി എന്നും പുട്ടാ, അതുണ്ടാക്കാൻ എളുപ്പമാണല്ലോ. അതിൻ്റെ പേരിൽ ഞാനും അമ്മ ചോദിച്ചാൽ അമ്മായും വഴക്കുണ്ടാക്കും. ദത്തൻ വർണ്ണയ്ക്ക് അച്ഛനും അമ്മയും ഇല്ല എന്ന കാര്യം ചെറിയമ്മയോട് പറഞ്ഞത് മുതൽ അവർക്ക് വർണ്ണയോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ചെറിയമ്മ എത്ര വരെ പഠിച്ചു? വർണ്ണ കയ്യിലെ സ്പൂൺ കറക്കിക്കൊണ്ട് ചോദിച്ചു. ഞാനും ചേച്ചിയും സ്കൂൾ ടീച്ചറായിരുന്നു. ചെറിയമ്മ പാത്രം കഴുകുന്ന അമ്മയെ നോക്കി പറഞ്ഞു. ഏത് ടീച്ചറായിരുന്നു? പിന്നെന്താ ജോലിക്ക് പോവാത്തെ? ഞാൻ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു, ചേച്ചി കണക്കും. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലമൊക്കെ ജോലിക്ക് പോയി. അപ്പോഴേക്കും കുട്ടികളായി, അവരുടെ കാര്യങ്ങളായി, അങ്ങനെ ജോലി നിർത്തി. അപ്പൊ ചെറിയമ്മ ഒരു സംഭവമായിരുന്നല്ലേ. അല്ലെങ്കിലും അങ്ങനെ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളോ. വർണ്ണയുടെ ചെറിയമ്മ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സംഭവമാണല്ലോ. എന്നെപ്പോലെ ഒരു തങ്കക്കുളത്തിനെ കിട്ടിയിട്ട് ചെറിയമ്മയുടെ ഭാഗ്യ. ചെറിയമ്മ അവളുടെ നെറുകിൽ പുഞ്ചിരിയോടെ ഒന്ന് തെല്ലോടി. ഞാനൊരു സംശയം ചോദിക്കട്ടെ ചെറിയമ്മ? എൻ്റെ ഈ യുക്രൈൻ ബംഗാളിലാണോ അതോ തമിഴ്നാട്ടിലാണോ? ചെറിയമ്മ ഒരു കാര്യം അറിഞ്ഞോ? അവിടെ യുദ്ധമാണത്രേ. ഞാൻ ഇന്നലെ ഭദ്ര പറഞ്ഞപ്പോഴറിഞ്ഞേ. കേരളത്തിലെങ്ങാനും ഇവർ പോകുമ്പോഴോ എന്തോ മുല്ലപ്പെരിയാറിൻ്റെ പേരിലല്ലെങ്കിൽ നമ്മളും തമിഴ്നാടും തമ്മിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉള്ളതല്ലേ. അവൾ ചോദിക്കുന്ന കേട്ട് അമ്മയുടെ കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അയ്യോ, ഗ്ലാസ് പൊട്ടിപ്പോയല്ലോ. വർണ്ണ കൗണ്ടർ ടോപ്പിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ അരികിലേക്ക് ഇരുന്നു. ഇങ്ങോട്ട് വരല്ലേ കുട്ടി, കാലി കുപ്പിച്ചില് കയറും, അമ്മ ശാസനയോടെ പറഞ്ഞ് കുപ്പിച്ചില്ലെടുക്കാൻ തുടങ്ങി. നോക്കിയെടുക്കമ്മ, കയ്യിൽ തട്ടും. വർണ്ണ അത് പറഞ്ഞു വായടച്ചില്ല അമ്മയുടെ കയ്യിൽ കുപ്പിച്ചില് കയറി. ഞാൻ പറഞ്ഞില്ലേ നോക്കി ചെയ്യണമെന്ന്, ഇപ്പൊ കണ്ടില്ലേ ചോര വന്നത്. വർണ്ണ അമ്മയെ പിടിച്ച് ചെയറിലേക്ക് ഇരുത്തി മുറി ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ചെറിയമ്മ അപ്പോഴേക്കും അടിച്ചു വാരി വൃത്തിയാക്കിയിരുന്നു. ഞാനിവിടെ ഉള്ളത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. ഡാൻ തുറന്നു വിട്ട പോലെയല്ലേ ചോര വന്നേ. വയ്യാത്ത അമ്മയെ വെച്ച് ചെറിയമ്മ ആകെ പട്ടുപോയനെ. എല്ലാം ദൈവത്തിന്റെ കരുണ. കയ്യിൽ ചില്ലുകൊണ്ട് മുറിഞ്ഞതിനാണോ വർണ്ണ നീ പറയണേ? അവളുടെ പറച്ചിൽ കേട്ട് ചെറിയമ്മ ചോദിച്ചാൽ അവൾ നിളിച്ചു. കുട്ടിയെ ഇതുവരെ പഠിച്ചു? അമ്മ അവളോട് ചോദിച്ചു. ഞാനിപ്പോ PG ചെയ്യാ. എന്നിട്ടാണ് അങ്ങനെ? കുറച്ച് മുമ്പ് ചോദിച്ച പോലെയുള്ള സംശയം ഇനിയുണ്ടാ? എന്ത് ചെയ്യാനാ, ഞാൻ കുറച്ച് എക്സ്ട്രാ ഓർഡിനറി ആയിപ്പോയി. അതുകൊണ്ട് എൻ്റെ സംശയങ്ങൾക്കൊന്നും ആരുടെ കയ്യിൽ ഉത്തരമില്ല. അമ്മ, ഞാൻ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ സംശയം പറയാം. ഈ മഴവില്ലിന് ആരെ പെയിൻ്റ് അടിച്ചേ? നരേന്ദ്രമോദിയുടെ അച്ഛൻ്റെ പേരെന്താ? കോഴിക്ക് എന്തിനാ ചിറക്? എൻ്റെ കുട്ടി പോയിട്ട് ഭദ്രയുടെ ഷീലുവിൻ്റെ കുളി കഴിഞ്ഞൊന്ന് നോക്കിയേ, ചെറിയമ്മ അവളോട് പറഞ്ഞു. അപ്പം എൻ്റെ സംശയമൊക്കെ നമുക്ക് പിന്നെ തീർക്കാം, ഇപ്പം മോള് ചെല്ല്, അത് പറഞ്ഞ് ചെറിയമ്മ അവളെ റൂമിലേക്ക് അയച്ചു. എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല സുധേ, ദേവന് എങ്ങനെ ഇവളെ പോലെ ഒരു കുട്ടിയെ ഭാര്യയായി കിട്ടിയെന്ന്. അതൊന്നും എനിക്കറിയില്ല ചേച്ചി. പക്ഷെ ദേവൻ്റെ ജീവനാ ഇതാ പോയത്. അവൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവളെയാ. അവൻ്റെ സന്തോഷവും സങ്കടവും ദേഷ്യവും എല്ലാം അവളെ ചുറ്റിപ്പറ്റിയ. ഓഫീസിൽ പോയ ഒരു 100 തവണയെങ്കിലും എന്നെ വിളിക്കുക അവളുടെ കാര്യം അന്വേഷിക്കാൻ. ചേച്ചി ഇനിയെങ്കിലും ദേഷ്യം വാശിയൊക്കെ ഉപേക്ഷിക്കുക. നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അത് പറഞ്ഞ് ചെറിയമ്മ ജോലി ചെയ്യാൻ തുടങ്ങി. അവർ പറഞ്ഞ കാര്യങ്ങൾ ദത്തൻ്റെ അമ്മേനെ മനസ്സിനെ ഒന്ന് ഉലച്ചുവെങ്കിലും പാർവതിയുടെ നിറഞ്ഞ മിഴികൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു. എന്തു ചെയ്തും ദേവനെ അവൾക്ക് നേടിക്കൊടുക്കുന്ന വാക്ക് മനസ്സിൽ അലയടിച്ചു കൊണ്ടിരുന്നു. വർണ്ണ റൂമിൽ വന്ന് കുളിച്ച് ഒരു റോസ് കളർ മിഡി മിക്കി മൗസിൻ്റെ പ്രിൻ്റുള്ള ഫുൾ സ്ലീവ്
ടീഷർട്ടും മുട്ടിനും താഴെയുള്ള ഒരു പാൻറ്റും ഇട്ട് താഴേക്ക് വന്നു. അവളുടെ വേഷം കണ്ട് ഹാളിലിരിക്കുന്ന മുത്തശ്ശി ഒന്ന് തറപ്പിച്ച് നോക്കിയെങ്കിലും അവളത് കാര്യമാക്കാതെ ഡൈനിങ് ടേബിളിൻ്റെ അരികിലേക്ക് നടന്നു. അവിടെ അവളെ കാത്തു ഭദ്രൻ ശീലിയിരിക്കുന്നുണ്ടായിരുന്നു. വർണ്ണ കൂടെ വന്നത് അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് 3 പേരും മുറ്റത്തേക്ക് ഇറങ്ങി. ഇത് പഴയ തറവാടല്ലേ, എന്നിട്ട് ഇവിടെ കൊള്ളൊന്നുമില്ലേ? വർണ്ണ ചോദിച്ചു. ഇവിടെയല്ല, പക്ഷേ ധ്രുവിയൻ്റെ തറവാട്ടിലുണ്ട്. കുളത്തിൽ നിറയെ നീല, വെള്ള, റോസ്, മഞ്ഞ കളർ ആമ്പലുകളുണ്ട്. അടുത്ത ആഴ്ച ലക്ഷ്യ ചേച്ചിയുടെ കല്യാണമല്ലേ, അതുകൊണ്ട് അവർ തറവാട്ടിലേക്ക് പോവും. അപ്പം നമുക്ക് അവിടേക്ക് പോവാം, ശീല് പറഞ്ഞു. ഉച്ച വരെ അവർ പറമ്പിലും പാടത്തൊക്കെ ആയിട്ട് ചുറ്റി നടന്നു. ഉച്ച കഴിഞ്ഞ് വർണ്ണ വീണ്ടും അസൈൻമെന്റ് എഴുതാൻ തുടങ്ങി. വൈകുന്നേരം ദത്തൻ്റെ കാറിന്റെ ശബ്ദം കേട്ടും വർണ്ണ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ദത്തൻ അകത്തേക്ക് വരുമ്പോൾ ഹാളിൽ ഭദ്രയും ശീലവും നിൽക്കുന്നുണ്ട്. വർണ്ണ സ്റ്റെയർ ഇറങ്ങി വരികയും ചെയ്യുന്നുണ്ട്. വർണ്ണ വരുന്ന കണ്ട് ശീലവും ഭദ്രയും കണ്ണുകണ്ട് എന്തോ കാണിച്ച് ദത്തൻ്റെ അരികിലേക്ക് ഓടി. അത് മനസ്സിലാക്കിയ വർണ്ണ അവരുടെ പിന്നാലെ ഓടിയെങ്കിലും വർണ്ണ എത്തുന്നതിന് മുമ്പേ ഭദ്രയും ശീലവും ദത്തൻ്റെ 2 കൈയിലും പിടിച്ചിരുന്നു. അത് കണ്ടു വർണ്ണ ചുണ്ട് കൂർപ്പിച്ച് ദത്തൻ്റെ 2 കൈയിലേക്ക് നോക്കിയ ശേഷം വലിഞ്ഞ കൈകൾ കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ മേലേക്ക് തൂങ്ങി. നീ എന്ത് സാധന വർണ്ണ, ഇങ്ങനെ ഉണ്ടാ സൂയ? കുഞ്ഞെ, എൻ്റെ കഴുത്തിൽ നിന്ന് ഇറങ്ങട, എൻ്റെ കഴുത്ത് പൊടിയും. മക്കളെ, ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വന്ന് വിട്ടേ. ഇല്ല, അവരോട് ആദ്യം കയ്യിൽ നിന്ന് പിടിവിടാൻ പറ, എന്നാൽ ഞാൻ നിന്റെ മേലിൽ നിന്ന് ഇറങ്ങാം. ഇല്ല ഏട്ടാ, ആദ്യം അവളോട് ഇറങ്ങാൻ പറ, എന്നിട്ട് ഞങ്ങൾ പിടിവിടാം. ഇതെല്ലാം കണ്ടാണ് പിന്നിൽ പാർവതി അവിടേക്ക് വന്നത്. അതോടെ അവളുടെ മുഖം ദേഷ്യത്താ ചുമന്നു. വർണ്ണ, നിനക്കെന്താ ബോധമില്ലേ? ദേവേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നല്ലേ ഉള്ളോ, അപ്പോഴേക്കും തുടങ്ങി ശല്യപ്പെടുത്താൻ. കഴുത്തിൽ ഇങ്ങനെ തൂങ്ങിയ വേദനയ്ക്കില്ലേ ദേവേട്ടന്? അതൊക്കെ ആലോചിക്കാനുള്ള കുറച്ച് ബുദ്ധി വേണം. അതെങ്ങനെയാ, ഇങ്ങനെ കുട്ടിക്കളി കളിച്ച് നടക്കാനല്ലേ സമയമുള്ളോ? പാർവതി പറയുന്നത് കേട്ടതും ദത്തൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈ പതിയെ അവൾ എടുത്തു മാറ്റി. അവനിൽ നിന്ന് അകന്നു നിന്നു. ഒപ്പം ശീലുവിൻ്റെയും ഭദ്രയുടെയും കൈകൾ പേടിയോടെ അവർ എടുത്തു മാറ്റി. ഇവളോ ഇങ്ങനെയായി? നിങ്ങൾ കുറച്ചെങ്കിലും കോമൺ സെൻസ് ഇല്ലേ? നിങ്ങളെപ്പോലെ വെറുതെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് ഫോണിൽ നോക്കിയിരിക്കുന്ന ആളല്ല ദേവേട്ടൻ. ഏട്ടന് ഓഫീസിൽ ഒരുപാട് വർക്കുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ക്ഷീണിച്ച് തിരികെ എത്തുമ്പോൾ ആശ്വസിപ്പിച്ചില്ലെങ്കിലും കുറച്ച് മനസമാധാനമെങ്കിലും കൊടുത്തൂടെ? അത് പറഞ്ഞ് പാർവതി മുകളിലേക്ക് നടന്നു. ഭദ്രയും ശീലവും പേടിയോടെ വർണ്ണയെ നോക്കി. നിങ്ങൾ പേടിക്കാതെ, അവൾക്കുള്ളത് ഇപ്പം കിട്ടും. വർണ്ണ അത് 2 പേർക്കും മാത്രം കേൾക്കാൻ പകത്തി പറഞ്ഞു. ദത്തൻ്റെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു. പാർവതി! ദത്തൻ്റെ വിളി കേട്ട് സ്റ്റെയർ കയറുന്ന പാർവതി തിരിഞ്ഞ് നോക്കി. ദത്തൻ നടന്ന് അവളുടെ അരികിൽ 2 കൈയും കെട്ടി നിന്നു. പാർവതി മാജിക്കോ അല്ലെങ്കിൽ മെന്റലിസോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതെന്താ ദേവേട്ട അങ്ങനെ ചോദിച്ചേ? അവൾ നെറ്റി ചൊളിച്ചു ചോദിച്ചു. അല്ല, ഇയാളെൻ്റെ വേദനകളെ കുറിച്ച് അസ്വസ്ഥതയെക്കുറിച്ചും കൃത്യമായിട്ട് പറയുന്നു, അത് കണ്ടു ചോദിച്ചതാ. അവൻ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു. അത് ദേവേട്ട, ഞാൻ... സ്റ്റോപ്പ് ഇറ്റ് പാർവതി! നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ പേര് വിളിക്കരുതെന്ന്. കോൾ മീ ദേവദത്തൻ, അല്ലെങ്കിൽ ഞാൻ നിന്റെ സാറല്ലേ, അപ്പം അങ്ങനെ വിളിച്ചാലായാലും മതി. ഇനിയും ദേവേട്ട കേവേട്ട എന്നൊക്കെ വിളിച്ചിട്ട് പിന്നാലെ വന്ന ഈ ദത്തൻ്റെ സ്വഭാവം നീ അറിയും. കുറച്ചു മുമ്പ് നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? എൻ്റെ അവസ്ഥകളെക്കുറിച്ച്, അസ്വസ്ഥതകളെക്കുറിച്ച്. അത് നീ അന്വേഷിക്കാൻ നടക്കണ്ട. നിൽക്കുന്നത് എൻ്റെ ഭാര്യ അനിയത്തിമാരുമാണ്. അവർ എന്നോട് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറും. അതിൽ അഭിപ്രായം പറയാനോ ഉപദേശം തരാനോ നീ ഇനി വന്ന എൻ്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കില്ല. നീ കുറച്ചു മുമ്പ് നടത്തിയ പെർഫോമൻസിന് നിന്റെ അണപ്പല്ലടിച്ച് ഞാൻ താഴെ ഇടേണ്ടതാണ്. പക്ഷേ ഞാനത് ചെയ്യാത്തത് എനിക്ക് അത്രത്തോളം നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടാണ്. കേട്ടോടി? പാർവതി ഒന്ന് വിതുമ്പിക്കൊണ്ട് ശീലുവിനെയും ഭദ്രയും വർണ്ണയും നോക്കി. ശേഷം കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടി. ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം, ദത്തൻ കൂസിലില്ലാതെ പറഞ്ഞ് റൂമിലേക്ക് പോയി. എന്തായാലും അത് നന്നായി. എന്തായിരുന്നു അവിടെ ഒരു ഡയലോഗ്? ഏട്ടൻ അവളുടെ കൊമ്പിനിട്ട് തന്നെ കൊടുത്തില്ലേ? ശീലു ചിരിയോടെ പറഞ്ഞു. ദേവുട്ടിയെ! ദത്തൻ്റെ വിളി അപ്പോഴേക്കും വന്നിരുന്നു. ദാ വരുന്നു ദത്ത! വർണ്ണ വേഗത്തിൽ അവനും പിന്നാലെ സ്റ്റെയർ ഓടി കയറി. എഴുതാനുള്ളതൊക്കെ എഴുതി കഴിഞ്ഞാ, അതോ മടി കാണിച്ചിരുന്നാ? ഇല്ല ദത്ത, ഞാൻ മുഴുവൻ എഴുതി കഴിഞ്ഞു. അത് പറഞ്ഞു വർണ്ണ ദത്തൻ്റെ പുറത്തേക്ക് ചാടി കയറി.
പതിയെ പെണ്ണെ. ദത്തൻ അവളെ താങ്ങി പിടിച്ച് മുറിയിലേക്ക് നടന്നു. അവൻ അവളെ ബെഡിലിരുത്തി കുളിക്കാനായി പോയി. കുളി കഴിഞ്ഞു വന്ന് അവൻ താഴേക്ക് ചെന്നു. വർണ്ണ ഭദ്രയ്ക്കും ശീലുവിനൊപ്പം TV കണ്ടിരുന്നു. ദത്തൻ പപ്പയുടെ ഒപ്പം ഓഫീസ് റൂമിൽ എന്തോ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. രാത്രിയിലെ ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ശേഷമാണ് അവർ റൂമിലേക്ക് പോയത്. ദത്തൻ ബെഡ് റെസ്റ്റിൽ ചാരി ഇരിക്കുകയാണ്. അവൻ്റെ മടിയിലായി അവൻ്റെ നെഞ്ചത്ത് ചാരി വർണ്ണയും ഇരിക്കുന്നുണ്ട്. ദത്താ, ദത്താ, എന്താടി? അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.